ബഹുമാനപ്പെട്ട മോത്തിയച്ഛനും ഈ വീഡിയോ കാണുന്ന ബാക്കി എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വരുന്നത്. ആദ്യമേ ഞാനൊരു കൺഫെഷൻ നടത്തട്ടെ. അനേക വർഷങ്ങളായിട്ട് വിദേശത്ത് പാർക്കുന്ന ഒരു മലയാളി എന്നുള്ള നിലയിൽ മോത്തിയച്ഛനെക്കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. ചില നാളുകൾക്ക് മുമ്പ് മോത്തിയച്ഛൻ്റെ ഒരു പ്രസംഗം പെന്തക്കോസ്തുകാർ അവരുടെ ചില സോഷ്യൽ മീഡിയകളിൽ പ്രസിദ്ധീകരിച്ചു. നല്ല പ്രസംഗമാണ് എന്നുള്ള അടിക്കുറിപ്പോടുകൂടെ അനേകരെ പോലെ ഞാനും ആ പ്രസംഗം ശ്രദ്ധിച്ചു. വളരെ നല്ല മെസ്സേജായിരുന്നു എന്ന് ആദ്യം തന്നെ സമ്മതിക്കട്ടെ. ആ മെസ്സേജ് എന്നിൽ ഉണ്ടാക്കിയ കൗതുകം നിമിത്തം അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രസംഗങ്ങൾ യൂട്യൂബിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കാണാൻ തക്കവണ്ണം ഞാൻ തീരുമാനിച്ചു. അനേക പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. അച്ഛൻ്റെ അനേക പ്രസംഗങ്ങളും വളരെ നല്ല പ്രസംഗങ്ങളാണെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. അങ്ങനെ കണ്ടു വരുമ്പോഴാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ക്യാപ്ഷനോട് കൂടിയ ഒരു വീഡിയോ യൂട്യൂബിൽ കാണുവാൻ തക്കവണ്ണം ഇടയായത്. അത് അച്ഛൻ്റെ വീഡിയോ സ്നാനത്തെക്കുറിച്ച് നടത്തിയ പ്രസംഗമാണ്. പക്ഷെങ്കിൽ ആ സ്നാനത്തെക്കുറിച്ച് അച്ഛൻ പ്രസംഗിച്ചതല്ല എനിക്ക് കൗതുകം ഉണ്ടാക്കിയതും എന്നെ ചിന്തിപ്പിച്ചതും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇടാൻ മുഖാന്തരമായി തീർന്നതും ഓരോരുത്തർക്കും അവർ മനസ്സിലാക്കുന്ന രീതിയിൽ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ആ ക്യാപ്ഷൻ നോക്കിയായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന പെന്തക്കോസ്തുകാരുടെ സകല വാദങ്ങളെയും തകർത്തുകൊണ്ടുള്ള മോത്തിയച്ഛൻ്റെ പ്രസംഗം, ആ ക്യാപ്ഷൻ എന്നെ വളരെ ചിന്തിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ ആ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ ഒന്നല്ല പലതവണ കേട്ടു. പലതവണ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു മറുപടി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായത്. ഞാൻ ആദ്യമായിട്ട് പ്രസംഗം കേട്ടിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. എങ്കിൽ പോലും ഞാൻ ഉടനടി തന്നെ ത്വരിതഗതിയിൽ ഒരു മറുപടി തരാതെ അച്ഛനകത്ത് പറയുന്നതും മറ്റുള്ളവർ ശിശുസ്നാനത്തെ സ്വാധീകരിച്ചുകൊണ്ട് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പഠിക്കാൻ തക്കവണ്ണം ഞാൻ തീരുമാനിച്ചു. എൻ്റെ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ കൂടാതെ ഞാൻ അതിനുവേണ്ടി മാത്രമായിട്ട് ചില പുസ്തകങ്ങളിലൂടെ വാങ്ങിച്ച് വായിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ തയ്യാറായത് എന്ന് ആദ്യമേ പറയട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ തുറന്ന് പറയട്ടെ. അച്ഛനെ പോലെ ചെറുപ്രായം മുതൽ ഫോർമലായിട്ട് വൈദ്യുതി വിദ്യാഭ്യാസത്തിന് പോയൊരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സയൻസ് ടെക്നോളജിയാണ്. അവിടുന്ന് ഞാനൊരു 30കളിൽ ദൈവം എന്നെ വിളിച്ചതനുസരിച്ച് ഞാൻ സുവിശേഷത്തിന് സമർപ്പിച്ച് അന്ന് മുതൽ ആ സമർപ്പണത്തിൽ വളർന്നു വന്നു. ഇന്ന് ഞാനൊരു പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്റർ മാത്രമല്ല, ഇന്ത്യ പെന്തക്കോസ്ത് ചർച്ച് എന്ന് പറയുന്ന IPC എന്നെല്ലാവരും വിളിക്കുന്ന ആ സഭയിലെ ഒരു ലീഡറാണ് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഇത്രയും നമ്മൾ തമ്മിൽ പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അച്ഛന് ആ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാനമായ 2 വാദഗതികളാണ് ഞാൻ ശ്രദ്ധിച്ചത്. ആ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് അച്ഛൻ അനേകം മിനിറ്റുകൾ എടുത്ത് പറഞ്ഞത് യോഹന്നാൻ്റെ സ്നാനത്തെ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. കാരണം യോഹന്നാൻ കുമ്രോൺ കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗമായിരുന്നു. ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരൊക്കെയും എപ്പോൾ പശ്ചാത്തപിച്ചാലും പോയി ചെയ്യുന്നൊരു കാര്യമാണ് ഈ സ്നാനം എന്നുള്ളതാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരുപാട് വായിക്കുന്നൊരു വ്യക്തിയാണ് ഞാനും. ഞാൻ വായിച്ചുള്ളിടത്തെങ്ങും അങ്ങനെ ഒരു പരാമർശം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും പഠിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അച്ഛൻ പറഞ്ഞ ഒരു അർത്ഥസത്യമാണ്. അതെന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് എൻ്റെ പിന്നാലെ പറയാം. കാരണം കുമ്രാൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എക്സ്ട്രീംലി റിലീജിയസ് ആയിരുന്നു. ഐസൊലേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ഡെഡ് സീയുടെ സമീപത്തുള്ള ചെങ്കൽ മതിലുകളിലെ ഗുഹകളിലാണ് അവർ പാർത്തത്. ഇതെല്ലാം സത്യമാണ്. ദൈവത്തെ മാക്സിമം മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ജീവിച്ചവരാണ്. സിമ്പിൾ ലൈഫായിരുന്നു. ഇതെല്ലാം ശരിയാണ്. എന്നാൽ അവർക്ക് മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ വെളിയിൽ മറ്റാളുകളോട് സംഘർഷം ചെയ്തിട്ട് മടങ്ങി വരുമ്പോഴും എല്ലാം അവർക്ക് റിച്വൽ ക്ലൻസിങ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്കൊരു കൈയും കാലും ഒക്കെ കഴുകാനൊരു പ്രത്യേക വ്യവസ്ഥ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ മറ്റുള്ളവരാൽ അശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി. പക്ഷെ അത് സ്നാനമല്ല. യോഹന്നാൻ കഴിപ്പിച്ച സ്നാനം അതല്ല. നമ്മൾ ക്രൈസ്തവ സഭ എന്നുള്ള നിലയിൽ പരാമർശിക്കുന്ന യോഹന്നാൻ്റെ സ്നാനവും ആ റിച്വൽ ക്ലൻസിങ് അല്ല. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ നടത്തിയ സ്നാനം നടത്തിയത് അതല്ല. യോഹന്നാൻ്റെ അരികിൽ വന്ന ആളുകളോട് അനുതപിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അനുതപിച്ചവരോടല്ല നിങ്ങൾ യോർദാൻ നദിയിലിറങ്ങി കൈകാലുകൾ കഴുകിയിട്ട് തിരിച്ചു പോകാനല്ല പറഞ്ഞത്. യോഹന്നാൻ തന്നെ യോർദാൻ നദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവരെ തൻ്റെ അരികിലേക്ക് വിളിച്ച്
അവർക്ക് യോഹന്നാൻ തന്നെ സ്വന്തം കൈകൊണ്ട് സ്നാനം നടത്തി വിടുകയായിരുന്നു എന്ന് വളരെ വ്യക്തമാണല്ലോ. ബൈബിളിലെ ചിത്രം വളരെ വ്യക്തമാണ്. അങ്ങനെ താൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണല്ലോ യേശുവും തൻ്റെ അരികിലേക്ക് കടന്നു വന്നത്. അപ്പോൾ കുമ്രാൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറയുന്നത് സ്നാനമല്ല, അതൊരു റിച്വൽ ക്ലൻസിങ് ആയിരുന്നു. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് റിച്വൽ ക്ലൻസിങ് അല്ല എന്ന് വളരെ വ്യക്തമായിട്ട്, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭയുടെ സ്നാനം റിച്വൽ ക്ലൻസിങ് അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ടല്ലോ. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അശുദ്ധി കളയുന്നതിന് വേണ്ടിയുള്ളതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് താൻ എടുത്തവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അച്ഛൻ പിന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ചില ദിവസങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം അച്ഛൻ്റെ മെസ്സേജ് കേട്ടപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്. കാരണം ആദ്യത്തെ ആർഗ്യുമെൻ്റ് ഒരു ഓവർവെമിങ് ആർഗ്യുമെൻ്റ് ആയിരുന്നതുകൊണ്ട് അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ അച്ഛൻ്റെ പ്രസംഗം വീണ്ടും കേട്ടപ്പോൾ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുമാതിരി ഐഡിയ പിടികിട്ടി. കാരണം രണ്ടാമത്തെ അച്ഛൻ്റെ മെയിൻ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് സെബദി മക്കളുടെ അമ്മ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് എൻ്റെ മക്കൾ ഒരാൾ നിൻ്റെ ഇടത്തും വലത്തും ദൈവരായി തിരിപ്പാൻ പദവി നൽകണമെന്ന് പറഞ്ഞപ്പോൾ യേശു ചോദിച്ച ചോദ്യമാണ്, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാൻ ഇവരെ കൊണ്ട് കഴിയുമോ? അത് കഴിഞ്ഞുള്ള വേദഭാഗം അച്ഛൻ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു. വളരെ നന്നായിട്ട് സ്പിരിച്വൽ ലെസൺസ് അതിനകത്ത് പുറത്തു കൊണ്ടുവന്നത് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. പക്ഷെങ്കിൽ അതും ക്രൈസ്തവ സഭയുടെ സ്നാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഞാൻ അല്പം കഴിയുമ്പോൾ വ്യക്തമാക്കി തരാം. കാരണം അവിടെ അച്ഛൻ കൊണ്ട് സ്ഥാപിക്കാൻ നോക്കുന്നത് യഥാർത്ഥ ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് യേശുവിനോടുകൂടെ ഘോഷിക്കപ്പെടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകുന്നതാണ് എന്നൊക്കെയാണ്. പക്ഷേ സ്നാനത്തെക്കുറിച്ചുള്ള ചിത്രം പുതിയ നിയമത്തിലെ അതല്ല എന്ന് ഞാൻ പിന്നാലെ വ്യക്തമാക്കാം. അതുകൂടെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ്റെ ഈ ആർഗ്യുമെൻറ്റിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ എനിക്ക് കിട്ടിയത്. കാരണം ഈ ആർഗ്യുമെൻറ്റുകൾ ഞാൻ വേറൊരു പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. അത് ജോൺ മുറേ എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ബിറ്റേറിയൻ വേദശാസ്ത്രജ്ഞൻ, ക്രിസ്ത്യൻ ബാപ്റ്റിസം എന്നുള്ള പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. താൻ പ്രസ്ബിറ്റേറിയൻ തിയോളജിയൻ ആയതുകൊണ്ട് ഇൻഫൻറ്റ് ബാപ്റ്റിസത്തെ അല്ലെങ്കിൽ മാമോദിസെ എന്ന് നമ്മൾ വിളിക്കുന്ന ശിശു സ്നാനത്തെ സാധീകരിച്ചു വേണ്ടി എഴുതിയ പുസ്തകമാണ്. തൻ്റെ പുസ്തകത്തെ രണ്ടായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. അതിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം തന്നെ താൻ ഉപയോഗിച്ചിരിക്കുന്ന ബൈബിളിൽ ഈ സ്നാനത്തോട് ചേർന്ന് കിടക്കുന്ന പദങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ ആ പദങ്ങളെക്കുറിച്ചും ആ പദങ്ങളുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ചുമുള്ള ഒരു പഠനമാണ്. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ ബാപ്റ്റോ, ബാപ്റ്റിസ്മോ, ബാപ്റ്റിസ്റ്റ, ബാപ്റ്റിസോ തുടങ്ങിയ പല പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഗ്രീക്ക് ഭാഷയിൽ. ആ ഓരോ പദങ്ങളും താൻ എടുത്തിട്ട് തൻ്റെ ഒരു വാദഗതി എന്ന് പറയുന്നത്, നോക്ക് ഇന്നിടത്ത് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്, ബാപ്റ്റിസോ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പഴയ നിയമത്തെ ആരാധനയോട് ബന്ധപ്പെട്ട് ചിലരിടത്തൊക്കെ പദം വരുന്നുണ്ട്. അപ്പോൾ അത് സ്നാനമല്ലായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഖണ്ഡിക്കാൻ നോക്കുന്നത് പാശ്ചാത്യ നാടുകളിലുള്ള ബാപ്റ്റിസ്റ്റുകാരെയാണ്. പാശ്ചാത്യ നാടുകളിൽ പെന്തക്കോസുകാരും വിശ്വാസ സ്നാനമാണ് പഠിപ്പിക്കുന്നതെങ്കിലും വിശ്വാസ സ്നാനം അടിസ്ഥാനമാക്കിക്കൊണ്ടുണ്ടാക്കിയ ഒരു ഡിനോമിനേഷനാണല്ലോ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പുസ്തകത്തിലൂടെ താൻ ശ്രമിക്കുന്നത് ബാപ്റ്റിസ്റ്റുകാരുടെ ആർഗ്യുമെൻറ്റുകളെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, നോക്ക് നിങ്ങൾ പറയുന്നു ബാപ്റ്റിസ്മോ അല്ലെ ബാപ്റ്റിസോ എന്നുള്ള പദം വിശ്വാസ സ്നാനത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നോക്ക് പഴയ നിയമത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ ഇന്ന വേദഭാഗങ്ങളിൽ അത് ബാപ്റ്റിസം അല്ലല്ലോ അവിടെ നടന്നത്, അതൊരു കഴുകൽ എന്നുള്ള അർത്ഥമേ അതിനുള്ളല്ലോ എന്ന് താൻ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചു. രണ്ടാമത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും താൻ നമ്മുടെ മോത്തിയച്ചൻ പറയുന്നതായിട്ടുള്ള ഇതേ വേദഭാഗം എടുത്തിട്ട് താൻ പറയുന്നുണ്ട്, നോക്ക് അവിടെ സബദി മക്കളോട് യേശു എടുക്കാൻ ആവശ്യപ്പെട്ട സ്നാനം അല്ലെ ഈ സ്നാനത്തിൽ നിങ്ങൾക്ക് പങ്കാളിയാകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചത് വിശ്വാസ സ്നാനത്തെക്കുറിച്ചല്ലല്ലോ. അതുകൊണ്ട് ആ പദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ആ പദം ബൈബിളിൽ കാണുന്നിടത്ത് എല്ലായിടത്തും വിശ്വാസ സ്നാനമല്ല. കേരളത്തിൽ പെന്തക്കോസ്തുകാർ നടത്തുന്ന വിശ്വാസ സ്നാനമല്ല, അല്ലെ പാശ്ചാത്യ നാടുകളിൽ ബാപ്റ്റിസ്റ്റുകാർ നടത്തുന്നതായിട്ടുള്ള വിശ്വാസ സ്നാനമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സ്ഥാപിക്കാനാണ് തൻ്റെ പുസ്തകത്തിൻ്റെ ഭൂരിഭാഗം പേജുകളും താൻ ഉപയോഗിച്ചത്. രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ എൻ്റെ തിയോളജിക്കൽ പശ്ചാത്തലമായിട്ട് താൻ പറയുന്ന ആർഗ്യുമെൻറ്റിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ജോൺ മുറേ എന്ന് പറയുന്ന ഈ പ്രസ്ബിറ്റേറിയൻ
തിയോളജിൻ്റെ പുസ്തകം മൂത്തിയച്ചൻ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ വായിക്കുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ശിശുസ്നാനത്തെക്കുറിച്ച് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആളുകൾ എഴുതിയിട്ടുള്ള അനേക പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അഭിപ്രായത്തോട് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരും എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം സത്യം എന്താണെന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട്. അതുകൊണ്ട് അച്ഛൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛന് അതിനകത്തുനിന്ന് ലഭിച്ച അറിവ് വെച്ചാണോ ഈ പറഞ്ഞതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ ഈ രണ്ടുകളിലും അവതരിപ്പിച്ച രീതിയിൽ ജോൺ മറയുടെ അവതരണ രീതിയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനകത്ത് ജോൺ മറയെ ഞാൻ പറഞ്ഞല്ലോ, ബാപ്റ്റിസോ, ബാപ്റ്റിസ്മോ തുടങ്ങിയതായിട്ടുള്ള അനേക പദങ്ങൾ, അതിനോട് ചേർന്ന് കിടക്കുന്ന പദങ്ങൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ പദങ്ങൾ കാണുന്നിടത്തെല്ലാം വിശ്വാസ സ്നാനമല്ല എന്ന് തെളിയിക്കാൻ ശ്രമിച്ചത്. ആ ഒരു ആംഗിളിൽ നിന്നാണ് ഈ വീഡിയോ വന്നിരുന്നതെങ്കിൽ ഈ വീഡിയോ എനിക്ക് കുറച്ചുകൂടെ സ്വീകാര്യമായേനെ. പക്ഷെങ്കിൽ മെസ്സേജ് ആ രീതിയിലല്ല പോയത്. പ്രത്യേകിച്ച് ഒടുവിലത്തെ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ വ്യംഗ്യാർത്ഥ രൂപത്തിൽ പെന്തക്കോസ്ത് പാസ്റ്റർമാരെ കളിയാക്കുന്ന ധാരാളം പരാമർശങ്ങൾ ഞാൻ കേട്ടു. ഭർത്താക്കന്മാരില്ലാത്ത സമയം നോക്കി വീടുകളെ ഇറങ്ങി ഭാര്യമാരെ സ്വാധീനിച്ച് കുളത്തിക്കൊണ്ട് മുക്കുന്നവരാണ് പെന്തക്കോസ്തുകാർ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഞാൻ കണ്ടു. അതെന്നെ വളരെ പ്രയാസപ്പെടുത്തി. അച്ഛനെപ്പോലുള്ള മഹാനായ വ്യക്തിയിൽ നിന്ന് അങ്ങനൊരു ലോ ക്ലാസ് പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി ഞാൻ പറയട്ടെ, അച്ഛൻ്റെ ആ വ്യാഖ്യാനം തെറ്റാണ്. സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം തെറ്റാണ്. കാരണം ഈ കുമ്രാൻ കമ്മ്യൂണിറ്റിയുള്ളവർ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവർ റിച്വൽസ് വാഷിങ്ങിനെ പദം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും അവിടെ പറഞ്ഞത് യോഹന്നാൻ നടത്തിയ നദിയിൽ നടത്തിയ സ്നാനത്തെക്കുറിച്ച് ആയിരുന്നില്ല. അതുപോലെ തന്നെ യേശുക്രിസ്തു സെബദി മക്കളോട് ആവശ്യപ്പെട്ടതും ക്രിസ്തീയ സ്നാനവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യമേ സ്ഥാപിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഉപദേശ വിഷയത്തിലേക്ക് വരുമ്പോൾ പാശ്ചാത്യ നാടുകളിലുള്ള വേദശാസ്ത്രജ്ഞന്മാർ, ഞാൻ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് ശ്രദ്ധിക്കുന്ന എല്ലാ വേദശാസ്ത്രജ്ഞന്മാരും, അത് ഇവാഞ്ചലിക് ഫ്രീ ചർച്ച് ആയാലും കൊള്ളാം, പ്രസ്ബിറ്റേറിയൻസ് ആയാലും കൊള്ളാം, എപ്പിസ്കോപ്പേലിയൻസ് ആയാലും കൊള്ളാം, അങ്ങനെയുള്ള ഏത് ചർച്ചുകളുടെ ശിശുസ്നാനം നിലവിലുള്ള ഏത് ചർച്ചുകളുടെ തിയോളജിയൻസിൻ്റെ പ്രസൻറ്റേഷൻസ് നമ്മൾ ശ്രദ്ധിച്ചാലും ഉപദേശമായിട്ട് അവർ കൊണ്ടുവരുന്ന കാര്യം തന്നെയാണ് ജോൺ മറയുടെ പുസ്തകത്തിൻ്റെ 2ാമത്തെ ഭാഗത്ത് ജോൺ മറയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പുസ്തകത്തിലേക്ക് മടങ്ങി വരാമെന്ന് നേരത്തെ പറഞ്ഞത്. അവർ ശിശുസ്നാനത്തെ താരതമ്യപ്പെടുത്തുന്നത് പരിച്ഛേദനയോടാണ്, സർക്കംസിഷനോടാണ്. അവർ പറയുന്നു, അബ്രഹാമിന് ദൈവം ഉടമ്പടി കൊടുത്തപ്പോൾ തലമുറകളായിട്ട് അത് ആവർത്തിക്കണമായിരുന്നു. ആ കുടുംബങ്ങളിൽ ജനിക്കുന്ന എല്ലാ പുരുഷ പ്രജകളും പരിച്ഛേദന ഏൽക്കണമായിരുന്നു. അത് 8ാമത്തെ ദിവസമാണ് ആ പരിച്ഛേദന അവർ നടത്തിക്കൊണ്ടിരുന്നത്, ആദ്യത്തെ തലമുറ കഴിഞ്ഞാൽ പിന്നെ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പരിച്ഛേദന ചെയ്ത് ആ അബ്രഹാമ്യ ഉടമ്പടിയുടെ ഭാഗമാക്കി പഴയ വിശുദ്ധന്മാർ മാറ്റിയതുപോലെ, അല്ല യഹൂദന്മാർ ഇന്നും മാറ്റുന്നത് പോലെ, ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ചെറുപ്പത്തിലെ ശിശുസ്നാനം നടത്തി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയുമായിട്ട് സ്ഥാപിച്ച ഉടമ്പടിയുടെ ഭാഗമാക്കി നമ്മൾ മാറ്റണം എന്നാണ് പാശ്ചാത്യ നാടുകളിലെ തിയോളജിയൻസ് എല്ലാം ശിശുസ്നാനത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആർഗ്യുമെൻ്റായിട്ട് പറയുന്ന പോയിൻ്റ് അതാണ്. എന്നാൽ അവിടെ ഒരു കുഴപ്പമുള്ളത് എവിടെയാണെന്ന് ഞാൻ പറയാം. പുതിയ നിയമത്തിൻ്റെ ഒരു കവണൻ്റ് ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയുമായിട്ട് ഒരു കവണൻ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാൽവറിയിൽ ആണ് ആ കവണൻ്റ് സ്ഥാപിച്ചത്. യേശു ക്രിസ്തു സ്നാനമേറ്റപ്പോഴല്ല ആ കവണൻ്റ് ഉണ്ടായത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആളുകളെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കവണൻ്റ് എന്നുള്ള പദത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അനേക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കവണൻ്റ് എന്നുള്ള പദത്തിൻ്റെ എബ്രായ പദം ബ്രസ്, BRIS, ബ്രസ് എന്നാണ്. ആ പദത്തിൻ്റെ അർത്ഥം തന്നെ രക്തമൊഴുകുന്നിടമെന്നാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വരുമ്പോഴും നമ്മൾ വായിക്കുന്നത് രക്തം ചൊരിയാതെ വിമോചനമില്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഒരു കാളയെ കൊണ്ടുവന്ന് അതിനെ നടുവേ കീറി, പക്ഷികളെയും നടുവേ കീറി വെക്കണം. അത് കഴിയുമ്പോൾ ഞാനും ഇറങ്ങി വരാം, നമുക്ക് നമ്മൾ ഒരു കവണൻ്റിലേക്ക് ഏർപ്പെടാം, ഒരു ഉടമ്പടി സ്ഥാപിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം ചെയ്തതെന്നാണെന്ന് ചോദിച്ചു. അബ്രഹാമിനെ ഉറക്കിയിട്ട് ദൈവം മാത്രമായിട്ടാണ് ആ യാഗമൃഗങ്ങളുടെ നടുവിലൂടെ കടന്നുപോയത്. കാരണം
അബ്രഹാം അവിശ്വസനായി തീർന്നാലും ദൈവം അവിശ്വസനായി തീരത്തില്ല. ഇതൊരു 50-50 ഡീലല്ല. ഇതിൻ്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ദൈവം അബ്രഹാമിന് ഒരു സന്ദേശം കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഉടമ്പടികളിലെല്ലാം നമുക്കറിയാം, ഉടമ്പടിയോട് അനുബന്ധിച്ച് ഒരു സമാധാന യാഗം, സേബ എന്നവർ വിളിച്ചിരുന്ന ഒരു സമാധാന യാഗമുണ്ട്. ഒരു മൃഗത്തെ കൊന്ന് അതൊരു വിരുന്നായിട്ടാണ് കഴിക്കുന്നത്, അല്ലാതെ പാപയാഗം പോലല്ല. അപ്പോൾ എല്ലായിടത്തും ഒരു മൃഗം അറുക്കപ്പെടുന്നുണ്ട്, അതിൻ്റെ രക്തം ചിന്തപ്പെടുന്നുണ്ട്. ആ രക്തമാണ് വാസ്തവത്തിൽ ആ കവണൻറ്റിൻ്റെ അടയാളമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സഭയുമായിട്ട് സ്ഥാപിച്ച ആ കവണൻറ്റിൻ്റെ അടയാളം രക്തമാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു രക്തം ചിന്തിയത് യോർദാൻ്റെ കടവിലല്ല, ഗോൽഗോഥായുടെ മുകളിലാണ്. പക്ഷെ കർത്താവ് ഉടമ്പടി സ്ഥാപിച്ചത് അവിടെ അല്ല. അതിന് മുമ്പായിട്ട് സിംബോളിക്കലായിട്ട് താൻ നമുക്ക് ആവർത്തിക്കത്തക്ക രീതിയിൽ ചെയ്തു. കാരണം അബ്രഹാമിൻ്റെ പരിച്ഛേദന പോലെ നമുക്ക് ലിറ്ററലായിട്ട് ചെയ്യാവുന്നതൊന്നും കർത്താവ് നമുക്ക് വേണ്ടി തന്നിട്ട് പോയിട്ടില്ല. പിന്നെയോ സിംബോളിക്കലാണ്. അപ്പോൾ സിംബോളിക്കൽ റിന്യൂവലാണ് പുതിയ നിയമത്തിൻ്റെ കവണയിൽ നടക്കുന്നത്. ആ ഉടമ്പടി കർത്താവ് സ്ഥാപിച്ചത് എപ്പോഴാണ്? തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിച്ചു കഴിഞ്ഞ് ഒടുവിലാർത്ത് കർത്താവിൻ്റെ തിരുമേശ സ്ഥാപിച്ചപ്പോഴാണ്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇത് പുതിയ നിയമത്തിൻ്റെ രക്തം, ഇത് താൻ അന്നാണ് അവിടെയാണ് കവനൻ്റ് സ്ഥാപിച്ചത്. അപ്പോൾ കർത്താവുമായിട്ടുള്ള ഉടമ്പടി നമ്മൾ പുതുക്കുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുതുക്കുന്നത് സ്നാനത്തിലൂടെയല്ല, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിലൂടെയാണ്. സ്നാനത്തിലൂടെ നമ്മൾ കർത്താവിനോട് ചേരുകയാണ്. അവിടേക്ക് ഞാൻ വരുന്നു. കർത്താവിനോട് ചേരുവാൻ ഉള്ള മാർഗമാണ് സ്നാനം. അത് അച്ഛനും പറഞ്ഞു, ഞാനും അത് പറയാം. ജോൺ മറിയും അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടേക്ക് ഞാൻ ഒരു മിനിറ്റുള്ളിൽ വരാം. ഈ പോയിന്റ് ഞാനൊന്ന് പറഞ്ഞ് തീർത്തോളട്ടെ. അതുകൊണ്ട് അച്ഛൻ്റെ ആ ഫണ്ടമെൻ്റൽ പ്രൊമസ് തെറ്റാണ്. കാരണം വിശ്വാസ സ്നാനമല്ല കർത്താവുമായിട്ടുള്ള ഉടമ്പടി നിലനിർത്താനുള്ള മാർഗം അല്ല. പിന്നെയോ കർത്താവിൻ്റെ തിരുമേശയിൽ നമ്മൾ പങ്കെടുക്കുന്നതിലൂടെയാണ് ആ കവണൻ്റ് നമ്മൾ റിന്യൂ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കൾക്ക് ആണ്ടുതോറും പെസഹയുടെ ഉടമ്പടി റിന്യൂ ചെയ്യണമായിരുന്നു. ഓരോ വർഷവും ഒരാടിനെ കൊല്ലും, അതിൻ്റെ ഭക്ഷണം അവർക്ക് ഭക്ഷിക്കണമായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാനില്ല. കർത്താവായ യേശു ഒരിക്കലായിട്ട് സകല മാനവജാതിയുടെ പാപം വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ കയറി എന്നേക്കുമായിട്ട് തന്നെ യാഗമായി തീർന്നു. എന്നേക്കുമായിട്ട് നമുക്ക് വേണ്ടിയുള്ള രക്ഷയുടെ പദ്ധതി ഒരുക്കി തരികയും ചെയ്തു. അതൊരിക്കലായിട്ട് മാത്രം ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. അതിനെ ആവർത്തിക്കപ്പെടുവാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് സിംബോളിക്കലായിട്ട് ആ ഉടമ്പടി റിന്യൂ ചെയ്യുവാൻ തക്കവണ്ണം ഒരു മാർഗം കർത്താവ് നമുക്ക് വെച്ചിട്ട് പോയത്. അതാണ് കർത്താവിൻ്റെ മേശയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി സ്നാനത്തോടുള്ള ബന്ധത്തിലേക്ക് ഞാൻ വരട്ടെ. അച്ഛൻ പറഞ്ഞ ഒരു പോയിൻ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം അച്ഛൻ തന്നെ സമ്മതിക്കുന്നു, കർത്താവായ യേശുവിനോട് ചേരാനാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. തീർച്ചയായിട്ടും ആ വേദഭാഗം ഞാൻ ഒരു 3-4 കൊല്ലം മുമ്പ് ഞങ്ങളുടെ സഭയിൽ കുറച്ച് പേര് സ്നാനപ്പെടുന്ന ദിവസം അവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാൻ തക്കണം ആ വേദഭാഗം എടുത്ത് ഞാൻ വീണ്ടും ധ്യാനിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം പിടികിട്ടാൻ തക്കവണ്ണം ഞാൻ അതിൻ്റെ മൂലഭാഷയിലേക്കൊന്ന് ഇറങ്ങിപ്പോകാൻ തക്കവണ്ണം തീരുമാനിച്ചു. ആ പദം എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലിറ്ററേച്ചറിൽ ഈ പദം എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തി പുറകോട്ട് ചെന്നപ്പോൾ ആണ് ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ് വാസ്തവം പറഞ്ഞാൽ സ്നാനത്തിൻ്റെ പൂർണ്ണമായ പ്രസക്തി എന്താണെന്ന് എന്നെ പഠിപ്പിച്ചത്. അത് ബൈബിളിലെ തിയോളജിയന്മാരാരുമല്ല, ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ്. അവിടെ കുക്കുംബർ ഉപ്പിലിടുന്നതിനെയാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് കാണിച്ചത്. ഇവിടെ ഞാനൊരു പടം കാണിക്കുന്നുണ്ട്. ആ പടം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാട്ട്, ഒരു സൈഡിൽ അതിൻ്റെ പച്ച കുക്കുംബർ, മറ്റേ സൈഡിൽ ഉപ്പിലിട്ട കുക്കുംബർ. അപ്പോൾ അദ്ദേഹം പറയുന്നു ബാപ്റ്റോ എന്നും ബാപ്റ്റിസോ എന്നും 2 പദങ്ങൾ പ്രാചീന ഗ്രീക്കിൽ ഉണ്ടായിരുന്നു. ബാപ്റ്റോ എന്ന് പറഞ്ഞാൽ ഒന്ന് മുക്കിയിട്ട് പെട്ടെന്നിങ്ങെടുക്കുക, ഒന്ന് മുക്കുക പെട്ടെന്നിങ്ങെടുക്കുക. അപ്പം ഇതാണ് ബാപ്റ്റോ എന്നുള്ള പദം കൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ബാപ്റ്റിസോ എന്നുള്ള പദം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു സാധനത്തെ വെള്ളത്തിലോ ഉപ്പുലായനിയിലോ അങ്ങ് ഇട്ടിരിക്കുക, അതവിടെ സ്റ്റേ ചെയ്യുക, അത് കംപ്ലീറ്റായിട്ട് സോക്കാകുന്നവരെ അവിടെ ഇട്ടിരിക്കുക. അതിനെയാണ് ബാപ്റ്റിസോ എന്നുള്ള പദം കൊണ്ട് അവരുദ്ദേശിച്ചത്. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. കാരണം അദ്ദേഹം തന്നെ പറയുന്നു, ഈ കുക്കുംബർ തന്നെ അവർ പിക്കിളിടുന്നതായിട്ടുള്ള സമയത്ത് ആദ്യം ബാപ്റ്റോ ചെയ്യും അവർ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചൂടുവെള്ളത്തിലോട്ടൊന്ന് മുക്കിയിട്ട് ഇങ്ങ് പൊക്കിയെടുക്കും.
അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ഉപ്പ് അതിനകത്ത് കയറാൻ വേണ്ടി, ഉപ്പ് ലായനി അതിനകത്ത് കയറാൻ വേണ്ടി അവർ അതിനകത്തൊന്ന് മുക്കി പെട്ടെന്ന് പൊക്കി ഇങ്ങെടുക്കും. എടുത്ത ശേഷം അങ്ങനെ സോഫ്റ്റായ കുക്കുംബറാണ് ഉപ്പ് ലായനിയിൽ പിന്നീട് ഇടുന്നത്. അതുകൊണ്ട് അത് വേഗത്തിൽ പിക്കിളാകും എന്നൊക്കെ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് ഞാൻ വായിക്കാൻ തക്കണം ഇടയായിട്ട് തന്നു. അപ്പോഴാണ് എനിക്ക് വാസ്തവം പറഞ്ഞാൽ സ്നാനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലായത്. കാരണം ഉണങ്ങിയ പാപിയെ കുതിർന്ന പാപിയായിട്ട്, നനഞ്ഞ പാപിയായിട്ട് മാറ്റുക അല്ല സ്നാനത്തിൻ്റെ ലക്ഷ്യം. നോക്കിയാൽ പടം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഈ വലതുവശത്തെ പിക്കിളിട്ട കുക്കുംബർ നിങ്ങൾ നോക്കിയേ. ഇടതുവശത്ത് നിങ്ങൾ കാണുന്ന പച്ച കുക്കുംബറിനെ എപ്പം വേണേലും നമുക്ക് പ്രോസസ്സ് ചെയ്ത് വലതുവശത്ത് കാണുന്ന പിക്കിളിട്ട കുക്കുംബറാക്കി നമുക്ക് മാറ്റാം. എന്നാൽ വലതുവശത്ത് കാണുന്ന പിക്കിളിട്ട കുക്കുംബറിനെ ഒരിക്കൽ പോലും തിരിച്ച് ഇടതുവശത്ത് കാണുന്ന പച്ച കുക്കുംബറാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഇതെന്നേക്കുമായിട്ട് രൂപാന്തരപ്പെട്ടു പോയി. അതാണ് സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിനോട് ചേരുക എന്നുള്ള പദം കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിച്ചത് ഇതാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കർത്താവായ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് സ്നാനപ്പെടണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഗ്രേറ്റ് കമ്മീഷൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മളോട് പറയുന്നത് നിങ്ങൾ ആദ്യം പോയി സ്നാനപ്പെടുത്തണമെന്നല്ല, നിങ്ങൾ ആദ്യം പോയി എൻ്റെ വചനവരെ പഠിപ്പിക്കണം. അവർ പഠിച്ചിട്ട് അതിനെ അംഗീകരിക്കുന്നവരെ മാത്രമേ സ്നാനപ്പെടുത്താൻ ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ. അല്ല ലോകത്തുള്ള സകലരെയും സ്നാനപ്പെടുത്തണമെന്ന് ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. പക്ഷെങ്കിൽ ഒരു വ്യക്തി അങ്ങനെ സ്വയം തീരുമാനിച്ച് യേശുവിനെ പിൻപറ്റാൻ തക്കവണ്ണം മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ സമ്പൂർണ്ണമായ രൂപാന്തരത്തിന് വിധേയപ്പെടാൻ തക്കവണ്ണം അവൻ മനസ്സുള്ളവനായിരിക്കണം. കാരണം ഉണങ്ങിയ പാപിയെ കുതിർന്ന പാപിയാക്കി മാറ്റുകയല്ല സ്നാനത്തിൻ്റെ ലക്ഷ്യം. പിന്നെയോ അവനിൽ ശാശ്വതമായ രൂപാന്തരം വരുത്തി എന്നേക്കും അവനെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, കണ്ടാലും പഴയത് സകലതും കഴിഞ്ഞു പോയി. കാരണം ഈ പുള്ളിക്ക് തിരിച്ച് പഴയ അനുഭവത്തിലേക്ക് പോകാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതാണ് ബൈബിളിൻ്റെ സ്നാനത്തിനുള്ള പ്രാധാന്യം. അതുകൊണ്ടാണ് സ്നാനം ഏൽക്കണം എന്ന് പെന്തക്കോസ്ത് ഭാഷന്മാരായ ഞങ്ങളൊക്കെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നത്. അല്ലാതെ പുരുഷന്മാരില്ലാത്ത സമയം നോക്കി ഏതെങ്കിലും സ്ത്രീകളെ സ്വാധീനിച്ച് ഏതെങ്കിലും ഒരു കുളത്തിൽ കൊണ്ട് മുക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സ്നാനപ്പെടണം. വാസ്തവമായിട്ട് കർത്താവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, കർത്താവിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ വിശ്വാസ സ്നാനം ഏറ്റ് കർത്താവിനോട് ചേരണം എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല. ആ പെന്തക്കോസ്ത് ഭാഷമാരുടെ ആർഗ്യുമെൻറ്റിനെ അച്ഛനെങ്ങും തകർത്തിട്ടില്ല. ക്യാപ്ഷനിൽ അച്ഛനെല്ലാം തകർത്തെന്ന് പറയുന്നെങ്കിലും എങ്ങും തകർത്തിട്ടില്ല. അച്ഛൻ അതിനോട് അനുകൂലിക്കുകയാണ് ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് അർത്ഥാൽ എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയും സ്നാനത്തെക്കുറിച്ചുള്ള ഒരുപാട് ഡോക്ടറിനൽ വിഷയങ്ങൾ പറയാനുണ്ട്. അത് പറയുകയല്ല എൻ്റെ ലക്ഷ്യം. സ്നാനത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുകയല്ല എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താൻ ആഗ്രഹിക്കുന്നു. പാശ്ചാത്യ നാട്ടിൽ ഈ പരിച്ഛേദന എന്നുള്ള വിഷയമാണ് ശിശുസ്നാനത്തെ സാധൂകരിക്കാൻ വേണ്ടി ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ അതല്ല. ആ ആർഗ്യുമെൻ്റ് ഞാൻ വളർന്ന നാളുകളൊന്നും കേട്ടിട്ട് പോലുമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴുണ്ടായിരിക്കാം, അന്ന് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുടുംബങ്ങൾ ഒന്നിച്ച് സ്നാനപ്പെട്ടു. ബൈബിളിൽ 3 ഉദാഹരണങ്ങൾ അതിനുവേണ്ടി ആളുകൾ കാണിക്കാറുണ്ട്. ഒന്ന്, കൊർന്നൊല്യോസിൻ്റെ കുടുംബം സ്നാനപ്പെട്ടപ്പോൾ എല്ലാവരും കൂടെ അല്ലേ, കൊർന്നൊല്യോസും കുടുംബവും സ്നാനപ്പെട്ടു എന്നാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ 2 സ്നാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആദ്യ ഭാഗത്ത് ലുദിയയും കുടുംബവും സ്നാനപ്പെട്ടു എന്നവിടെ കാണുന്നു. ആ അധ്യായത്തിൻ്റെ ഒടുവിൽ ജയിലറും കുടുംബവും, ഫിലിപ്പയിലെ ജയിലറും കുടുംബവും സ്നാനപ്പെട്ടു. നമ്മൾ അങ്ങനെ 3 കുടുംബങ്ങൾ സ്നാനപ്പെട്ടു എന്ന് കാണുമ്പോൾ ആ കുടുംബങ്ങൾ സ്നാനപ്പെട്ടെങ്കിൽ കുഞ്ഞുങ്ങളും അതിൽ ഉൾപ്പെടുകയില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിലെല്ലാം ഞാൻ കേട്ടിട്ടുള്ള ആർഗ്യുമെൻറ്റ്. അതിന് ഞാനൊരു മറുപടി തരുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ ആഴമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോഴാണ് അത്
ഇവരുടെ മക്കളെയും കൊച്ചുമക്കളെയും കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൊള്ളാൻ കഴിയുന്നത്. 1-ാം നൂറ്റാണ്ടിലാണല്ലോ ക്രൈസ്തവ സഭ ഉണ്ടായതും അപ്പോസ്തല പ്രവൃത്തികൾ എഴുതപ്പെട്ടതുമൊക്കെ. ഞാൻ കഴിഞ്ഞ വർഷക്കാലം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെക്കുറിച്ച് വളരെ ആഴമായിട്ട് ഒരു വർഷക്കാലം എടുത്ത് പഠിച്ച് ഒരു പുസ്തകവും മുന്നേറുന്ന സഭ എന്നുള്ള പേരിൽ ഞാൻ മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി കരസ്ഥമാക്കിയാൽ നിങ്ങൾക്ക് ഈ വിഷയം കൂടുതലായിട്ട് പഠിക്കാൻ തക്കവണ്ണം കഴിയും. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കുടുംബങ്ങൾ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യമല്ല. കാരണം അവരൊരു റോമൻ ബെനഫാക്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു രീതി റോമ സാമ്രാജ്യം തുടങ്ങിയ റോമുലസ് എന്ന് പറയുന്ന രാജാവ് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റോമ സാമ്രാജ്യത്തിൽ സിറ്റിസൻസിന് മാത്രമേ അവകാശങ്ങളുള്ളായിരുന്നു. എല്ലാവർക്കുള്ള അവകാശങ്ങൾക്കൊക്കെ വളരെ പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ അവരൊരു നിബന്ധന വെച്ചു. അടിമകൾ ധാരാളമുള്ള സാമ്രാജ്യത്തിൽ അടിമകൾക്ക് ജീവിക്കാനുള്ള വസ്തുവകൾ വേണമല്ലോ. അതുകൊണ്ട് അവർ ഗവൺമെൻറ്റിനെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി അവർ സിസ്റ്റം വെച്ചു. ആരെങ്കിലും വ്യവസായികളായിട്ടുള്ളവർ അല്ലെങ്കിൽ സമൂഹത്തിൽ ധനികരായിട്ടുള്ളവർ, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ആളുകൾക്ക് അടിമകളെ ഉണ്ടാക്കാം, അടിമകളെ വാങ്ങിക്കാം, അടിമകളെ കീപ്പ് ചെയ്യാം. പക്ഷെ അങ്ങനെ അടിമകളെ കീപ്പ് ചെയ്താൽ അവരുടെ ബെനഫിറ്റിന് വേണ്ടുന്നതെല്ലാം അവർ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ, താമസിക്കാൻ സ്ഥലം തൊട്ട് കഴിക്കാൻ ആഹാരം തൊട്ട് അനേക കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നല്ല ഉദാഹരണം ഞാൻ പറയാം. ഭോപ്പാൽ എൻ്റെ ഒരു കസിൻ താമസമുണ്ട്. ഭോപ്പാൽ ഇറങ്ങി എയർപോർട്ടിൽ നിന്നും എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ BHELൻ്റെ കോമ്പൗണ്ടിനകത്തൂടാണ് ക്രോസ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ അവിടെ അധികം കെട്ടിടങ്ങൾ ഞങ്ങൾ കാണാറില്ല. ആ കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10-15 വർഷം മുമ്പ് ആദ്യവിടെ പോകാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, നൂറുകണക്കിന് ചെറിയ കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം BHELലെ ജോലിക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്വാർട്ടേഴ്സായിരുന്നു. എൻ്റെ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ അറിയാം ഈ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇതെന്തിനാണ് ഇത് ചെയ്ത്? ഇന്ത്യൻ ഗവൺമെൻറ് വെച്ചൊരു സിസ്റ്റമാണ്. നിങ്ങൾ ജോലിക്ക് ആളിനെ എടുക്കുമ്പോൾ ഒരു പേച്ചൊക്കെ മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് താമസിക്കാൻ സ്ഥലം കൂടെ കൊടുക്കണം. അപ്പോൾ അതിനെയാണ് ബെനഫാക്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് റോമിൽ ആരംഭിച്ചതാണ്. 2000 വർഷത്തിലധികം മുമ്പ് റോമിൽ ആരംഭിച്ചതാണ്. അപ്പോൾ ആ റോമൻ ബെനഫാക്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ധനികരായ ആളുകളുടെ വീട്ടിൽ അടിമകളെ കീപ്പ് ചെയ്യാം, പക്ഷേ അടിമകൾക്ക് വേണ്ടുന്ന സകല ബെനിഫിറ്റ്സും കൊടുക്കുന്ന ഉത്തരവാദിത്വം ഈ അടിമകളെ വാങ്ങിക്കുന്നവർക്കായിരിക്കും എന്നുള്ളത്. കൊർന്നേലിയോസ് ഒരു ശതാധിപനായിരുന്നു. സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവൻ, സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ളവനായിരുന്നു. അതുകൊണ്ട് കൊർന്നേലിയോസിൻ്റെ കുടുംബത്തിൽ പത്രോസ് എന്ന് പ്രസംഗിച്ചപ്പോൾ കേട്ടത് കൊർന്നേലിയോസും ഭാര്യയും പിള്ളേരും മാത്രമല്ല, കൊർന്നേലിയോസും കുടുംബവും വന്ന് പത്രോസിൻ്റെ പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ്റെ ആ ബെനഫാക്ടർ സിസ്റ്റത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം വന്നിരുന്ന് കേട്ടു എന്നാണ്. അന്ന് അനേകർ സ്നാനപ്പെട്ട് കാണാം. എക്സാക്ട്ലി നമുക്ക് നമ്പേഴ്സ് അവിടെ തന്നിട്ടില്ല. പക്ഷെങ്കിൽ അവിടെ സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് പൗത്രോസിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവരെയാണ് പത്രോസ് സ്നാനപ്പെടുത്തിയത്. കൊച്ചു കുഞ്ഞുങ്ങളെ അവിടെ സ്നാനപ്പെടുത്തിയെന്ന് യാതൊരു സൂചനയും ബൈബിളിലില്ല. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലുദിയ സമ്പന്നയായ ഒരു ബിസിനസ് വുമണായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലുള്ളവർ സുവിശേഷം കേട്ട് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവളുടെ ആ ബെനഫാക്ടർ സിസ്റ്റത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ആളുകളാണ്. പൗലോസ് പറയുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കാനും മനസ്സിലാക്കാനും തക്കവണ്ണം പ്രാപ്തിയുള്ള ആളുകളാണ് അന്ന് യേശുവിനെ പിൻപറ്റാൻ തീരുമാനിക്കുകയും വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും ചെയ്തത്. ജയിലറുടെ കേസ് ഇതിനെക്കാട്ടിൽ ക്ലിയറാണ്. കാരണം അർദ്ധരാത്രിയിലാണല്ലോ ആ ജയിലിൻ്റെ അടിത്തറ ഇളക്കുന്നതായിട്ടുള്ള ഒരു ദൈവിക സന്ദർശനം ഉണ്ടായത്. അപ്പോൾ പാതിരാത്രിയിലും കൊച്ചു വെളുപ്പം കാലത്തും ആണ് പൗലോസും ശീലാസും കൊണ്ട് ഇവരോട് സുവിശേഷം പറഞ്ഞത്. നേരം വെളുക്കുന്നതിന് മുമ്പേ അവരെ കൊണ്ട് സ്നാനപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ സ്നാനപ്പെടുത്തിയെന്ന് പറയുന്നത് പാതിരാത്രിയിലും കൊച്ചു വെളുപ്പം കാലത്ത് സുവിശേഷം കേൾക്കാൻ തക്കവണ്ണം വന്ന് കാതോർത്തിരുന്നത് ആ വീട്ടിലെ പിഞ്ചു പൈതങ്ങളാണെന്ന് പറഞ്ഞാൽ അതിനുള്ള പോഷത്തിനും വല്ലതും വിലയുണ്ടോ? അപ്പോൾ അവിടെയും നടന്ന ഇതാണ്. അവരുടെ ബെനഫാക്ടർ സിസ്റ്റത്തിൽപ്പെട്ട ആളുകളാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചവരാണ് സ്നാനപ്പെട്ടത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ബന്ധുക്കോസാരായ ദൈവദാസന്മാർ
കർത്താവിൻ്റെ തിരുവചനത്തിൽ ഒരിടത്തും, പുതിയ നിയമത്തിൽ ഒരിടത്ത് പോലും ശിശുക്കളെ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വാദഗതി 100% ശരിയാണെന്ന് തെളിയിക്കാൻ ഇന്നും ഞങ്ങൾക്ക് ആർജവമുണ്ട്. ഞങ്ങൾ ഉപദേശപരമായി ഉയർത്തുന്ന ഒരു ആർഗ്യുമെൻറ്റിനെയും അച്ഛൻ്റെ വീഡിയോയിൽ ഖണ്ഡിച്ചിട്ടില്ല. അച്ഛൻ ഉപദേശപരമായിട്ട് വലിയ കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തത് തെറ്റായിപ്പോയി. അച്ഛനെ ഞാൻ ബഹുമാനിക്കുന്നു. അച്ഛൻ്റെ അനേക പ്രസംഗങ്ങൾ ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. നല്ല സന്ദേശങ്ങളാണ്. അച്ഛനെ ദൈവം തുറന്നു അനുഗ്രഹിക്കട്ടെ. പക്ഷെങ്കിൽ പെന്തക്കോസ്തുകാരുടെ വാദഗതികളല്ല അച്ഛൻ ഈ പ്രസംഗത്തിലൂടെ ഖണ്ഡിച്ചു എന്നൊരു ക്യാപ്ഷൻ കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. തുടർന്ന് ചിന്തിക്കാനും ഈ വിഷയത്തെ ഒന്നുകൂടെ പഠിക്കാനും അച്ഛനും മറ്റെല്ലാവർക്കും മുഖാന്തരമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.